ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ശിഷ്യന്മാരെ രക്ഷയുടെ സുവിശേഷം അറിയിക്കുന്നതിനുള്ള ദൗത്യത്തിന് അയക്കുന്നതാണ് കഴിഞ്ഞ ഞായറാഴ്ച നാം കണ്ടത്. ഇന്നത്തെ സുവിശേഷത്തിൽ തങ്ങളുടെ ദൗത്യം കഴിഞ്ഞ് യേശുവിൻ്റെ അടുത്ത് മടങ്ങിയെത്തി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും പറയുന്ന ശിഷ്യന്മാരെയാണ് കാണുന്നത്. അവരുടെ ദൗത്യം സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് സുവിശേഷത്തിൽ നിന്ന് വ്യക്തമാണ്. കാരണം അനേകം ആൾക്കാർ അവിടെ വന്നും പോയും ഇരുന്നു. യേശു അപ്പോൾ അവരെ വിജനസ്ഥലത്തേക്ക് വിശ്രമത്തിനായി കൊണ്ടുപോകുന്നു. എന്നാൽ അവിടെയും ജനം തിങ്ങിക്കൂടി. ജനക്കൂട്ടത്തെ കണ്ട് യേശുവിന് അവരോട് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആയിരുന്നു. തുടർന്ന് സുവിശേഷം പറയുന്നത് അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി എന്നാണ്. ഇവിടെ 3 കാര്യങ്ങൾ പ്രാധാന്യമർഹിക്കുന്നു: അനുകമ്പ തോന്നി, ഇടയനില്ലാത്ത ആടുകൾ, അവരെ പലതും പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു വ്യക്തിയെ കണ്ട് അനുകമ്പ തോന്നുമ്പോൾ നാം അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ, വിശക്കുന്നവനാണെങ്കിൽ അപ്പം, ദാഹിക്കുന്നവനാണെങ്കിൽ വെള്ളം, അങ്ങനെ അവന് വേണ്ടത് ചെയ്തു കൊടുക്കുക പതിവാണ്. ഇവിടെ സുവിശേഷത്തിൽ യേശുവിന് അവരോട് അനുകമ്പ തോന്നി എന്നതിന് ശേഷം പറയുന്നത് അവൻ അവരെ പഠിപ്പിച്ചു എന്നാണ്. എന്തുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്? കാരണം അവരുടെ അജ്ഞതയായിരുന്നു. ഹോസിയ പ്രവാചകൻ പറയുന്നു, അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു, അറിവില്ലാത്ത ജനം നശിക്കും എന്ന്. ഹോസിയ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഇസ്രായേലിൽ പുരോഹിതർ ദൈവഭയമില്ലാതെ ദൈവഹിതം നിറവേറ്റാതെ തങ്ങളുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് ജീവിച്ചപ്പോൾ തിന്മ പെരുകി. അവരുടെ അവിശ്വസ്തതയെയും പാതകങ്ങളെയും എടുത്തുകാട്ടി പ്രവാചകൻ കുറ്റം വിധിക്കുന്നു. ആദ്യം കുറ്റം വിധിക്കുന്നത് പുരോഹിതരെയാണ്. പുരോഹിത, നിനക്കെതിരെയാണ് എൻ്റെ ആരോപണം. നീ വിജ്ഞാനം തിരസ്കരിച്ചതുകൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു. നീ നിന്റെ ദൈവത്തിൻ്റെ കൽപ്പന വിസ്മരിച്ചതുകൊണ്ട് ഞാനും നിന്റെ സന്തതികളെ വിസ്മരിക്കും. അവർ പെരുകിയതോടൊപ്പം എനിക്കെതിരെയുള്ള അവരുടെ പാപവും പെരുകി. അവരുടെ മഹിമ ഞാൻ അപമാനമായി മാറ്റും. എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു. അവരുടെ തിന്മ അവർ അത്യധികം കാക്ഷിക്കുന്നു. പുരോഹിതനെ പോലെ തന്നെ ജനവും. അവരുടെ ദുർമാർഗങ്ങൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കും. അവർ ഭക്ഷിക്കും, തൃപ്തരാകുകയില്ല. പരസംഗം ചെയ്യും, പെരുകുകയില്ല. കാരണം വ്യഭിചാരത്തിൽ മുഴുകാനായി അവർ കർത്താവിനെ പരിത്യജിച്ചു. ഒരു ജനത എങ്ങനെ തകർന്നു എന്നതിൻ്റെ നേർചിത്രമാണ് ഇത്. ഇസ്രായേലിൽ നേതൃത്വം ശരിയായിരുന്നപ്പോൾ ജനവും ശരിയായ പാതയിലായിരുന്നു. സത്യത്തിൽ ഇത് നമുക്ക് ആത്മപരിശോധനയ്ക്ക് വഴി തുറക്കുന്നതാണ്. നേതൃത്വം നൽകേണ്ടവർ, അത് കുടുംബത്തിലാകട്ടെ, ഇടവകയിലാകട്ടെ, മറ്റേത് വ്യവസ്ഥയിലായിക്കൊള്ളട്ടെ, എപ്രകാരമാണ് വഴി നടക്കുന്നത്? പിതാവ്, മാതാവ് എന്ന നിലയിൽ കുടുംബത്തിൽ ശരിയായ രീതിയിൽ വഴി നടക്കുന്നുണ്ടോ, വഴി നടത്തുന്നുണ്ടോ? ഒരു ചൊല്ലിങ്ങനെയാണ്: കാന്തനൊരു കാന്തമായാൽ, കാന്തയൊരു കാന്തിയായാൽ മക്കളെല്ലാം ശാന്തിയേകും. കാന്തനൊരു കോന്തനായാൽ, കാന്തയൊരു കോന്തിയായാൽ മക്കളെല്ലാം ഭ്രാന്തരാകും. വളരെ ശരിയാണ്. പലപ്പോഴും കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നതിന് പ്രധാന കാരണം മാതാപിതാക്കളാണ്. മതബോധന ക്ലാസ്സുകളിലും മറ്റുമായി കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പരിശീലിക്കാൻ അവസരമില്ലാതെയാക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. ആദ്യ കുർബാന നാൾ മുതൽ ഇനി കുടുംബ പ്രാർത്ഥന നടത്തണമെന്ന ചിന്തയിൽ വീട്ടിലെത്തിയ കുട്ടിക്ക് അതിനുള്ള സാഹചര്യം മാതാപിതാക്കൾ വീട്ടിൽ ഒരുക്കുന്നില്ല എങ്കിൽ ആ കുട്ടി നിസ്സഹായയാണ്. അതുകൊണ്ട് ഇന്ന് മതബോധനം ഏറ്റവും ആവശ്യമായിരിക്കുന്നത് മാതാപിതാക്കൾ കാണുന്നതിൽ സംശയമില്ല. അതിനാൽ ഇസ്രായേലിൻ്റെ ജീർണിച്ച നേതൃത്വം പോലെ നമ്മുടെ ഭവനങ്ങൾ ആകാതിരിക്കട്ടെ. ഹോസിയ പ്രവചനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ളതും എന്നാൽ ആശ്വാസം നൽകുന്നതുമാണ് ഇന്നത്തെ 1ാമത്തെ വായനയിൽ കേട്ട ജെറമിയ പ്രവചനം. പൗരോഹിത്യം ജീർണിച്ചപ്പോൾ ജനവും തകർന്നു. ജെറമിയായിലൂടെ ദൈവജനത്തെ ചിതറിച്ച ഇടയന്മാർക്ക് പകരം ദൈവം തന്നെ തൻ്റെ ജനത്തെ രക്ഷിക്കാൻ വരുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ആ നല്ല ഇടയനാണ് ക്രിസ്തുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. യേശുവിൻ്റെ കാലത്ത് ഇസ്രായേലിൽ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ഇടയൻ ഇല്ലായിരുന്നു എന്നതാണ് സത്യം. അതായത് ദൈവജനത്തെ ശരിയായ ദിശയിൽ നയിക്കാനും സത്യം പഠിപ്പിക്കാനും അന്ന് ആരുമില്ല. അതിനാൽ എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് യേശുവിന് ജനത്തോട് അനുകമ്പ തോന്നിയത്. ഇന്നും അത് സത്യമാണ്. പല പ്രത്യയശാസ്ത്രങ്ങളും സഭയെക്കുറിച്ചും ഉദാശകളെക്കുറിച്ചുമുള്ള തെറ്റായ പഠിപ്പിക്കലുകളിലൂടെയും കത്തോലിക്ക പഠനങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും
മനുഷ്യാവകാശങ്ങളുടെയും മേലുള്ള കടന്നുകയറ്റമെന്നും ആരോപിച്ച് സത്യം വളച്ചൊടിച്ച് മനുഷ്യരെ അകറ്റുന്നുണ്ട്. ഏതാണ് ശരിയായിട്ടുള്ളത് എന്നൊരു സംശയം ദൈവജനത്തിന് ഇന്നുമുണ്ട്. അതുകൊണ്ട് ശരിയായത് പഠിക്കുക എന്നതും ശരിയായത് പഠിപ്പിക്കുക എന്നതും വളരെ അത്യാവശ്യമാണ്. കാരണം ഹോസിയ പ്രവാചകന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം, അറിവില്ലാത്ത ജനം നശിക്കും. അതിനാൽ സത്യം അറിയുക, വചനം പഠിക്കുക. വചനത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണെന്ന് ഓർക്കുക. വചനം പഠിക്കാനുള്ള ഒരവസരവും പാഴാക്കരുത്. യേശു തന്നെ നല്ലിടയനായി അവതരിക്കുമ്പോൾ പഴയ നിയമ പ്രവചനങ്ങൾ അവനിൽ പൂർത്തിയാകുകയാണ്. മാത്രമല്ല, ഇന്നത്തെ ഒന്നാം വായനയുടെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ആട്ടിപ്പായിച്ച എല്ലാ ദേശങ്ങളിൽ നിന്നും എൻ്റെ ആട്ടിൻപറ്റത്തിൽ ശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും. ഇവിടെ ഞാൻ ശേഖരിക്കുമെന്ന് പറയുമ്പോൾ ദൈവം തന്നെ ഇടയനാകും എന്നാണ്. ദിവ്യ ഇടയൻ. ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകുകയും ചെയ്യും. അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും. ഈ പ്രവചനം ക്രിസ്തുവിൽ പൂർത്തിയാകുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. യേശു ദിവ്യ ഇടയനും 12 അപ്പോസ്തലന്മാർ ഇടയന്മാരും. യേശു ദൈവമാണെന്നും അപ്പോസ്തലന്മാർ പുതിയ ഇസ്രായേലിലെ ഇടയന്മാരാണെന്നും, അതായത് 12 അപ്പോസ്തലന്മാർ എന്നത് ചിതറിക്കപ്പെട്ട 12 ഗോത്രങ്ങൾ ചേർന്ന ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് കൂട്ടുന്ന പുതിയ നിയമത്തിലെ പുതിയ ഇസ്രായേലിൻ്റെ ഇടയന്മാരാണ് എന്നും വെളിപ്പെടുന്നു. ഈ ഇടയനെ പറ്റിയുള്ള അറിവ് പൂർണ്ണമാകുന്നത് ഇന്നത്തെ സങ്കീർത്തനം കൂടി മനസ്സിലാക്കുമ്പോഴാണ്. അവിടെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞത് കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്നാണ്. ഹൃദയം കൊണ്ട് നമുക്കിതേറ്റ് പറയാം. കാരണം സങ്കീർത്തകൻ തന്നെ പറയുന്നു, അവിടുത്തെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. ദണ്ഡ് വേട്ടക്കാരെയും വേട്ടമൃഗങ്ങളെയും കൊല്ലാനുള്ള ഉപകരണമാണ്. അതേസമയം ഊന്നുവടി നടക്കാനുള്ളതാണെങ്കിലും അതുപയോഗിച്ച് ആടുകളെ നയിക്കുന്നു. മാത്രമല്ല, ഇസ്രായേലിൽ സമൃദ്ധമായ ഒലിവ് മരങ്ങളിൽ നിന്ന് ഒലിവ് പറിച്ച് ആടുകളെ തീറ്റിക്കാനും ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് 2 ചിത്രങ്ങളാണ് ഇവ നൽകുന്നത്. ഊന്നുവടി ആടുകളെ നയിക്കുകയും മേയ്ക്കുകയും ചെയ്യുന്നു. ദണ്ഡ് ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ശത്രുക്കൾ എന്നത് തിന്മയുടെ ശക്തികളായിട്ടാണല്ലോ മനസ്സിലാക്കേണ്ടത്. ആ ശക്തികളിൽ നിന്ന് കർത്താവ് നമ്മെ പരിരക്ഷിക്കുന്നു. മാത്രമല്ല, അതിനോടൊപ്പം തന്നെ സങ്കീർത്തനത്തിൻ്റെ അവസാനം ഇടയൻ വിരുന്നൊരുക്കി പരിപോഷിപ്പിക്കുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തിലൂടെ കടന്നുപോയാൽ ഈ സങ്കീർത്തനം അവനിൽ അക്ഷരാർത്ഥത്തിൽ പൂർത്തിയായതായി കാണാം. അവൻ തൻ്റെ അജഗണത്തെ വചനം നൽകി നേരായ പാതയിൽ നടത്തി, സത്യം പഠിപ്പിച്ചു, ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. പരസ്യ ജീവിതത്തിൽ പിശാച് ബാധയിൽ നിന്ന് മനുഷ്യരെ മോചിക്കുന്നത് അനേകം തവണ സുവിശേഷത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനം ഭക്ഷണപാനീയങ്ങളായി നൽകിക്കൊണ്ട് നമുക്ക് വിരുന്നൊരുക്കി. അതായത് കൂദാശകളിലൂടെ നമ്മെ ആത്യന്തികമായി പരിരക്ഷിക്കുന്നു എന്നർത്ഥം. ഈ സങ്കീർത്തനം തന്നെ കൂദാശയുടെ സങ്കീർത്തനമെന്നും വ്യാഖ്യാനിക്കാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ആവർത്തിക്കുന്നില്ല. സ്നേഹം നിറഞ്ഞവരെ, യഥാർത്ഥ ഇടയനായ ക്രിസ്തുവിനെ അറിയാനും അവനോടൊപ്പം ചിലവഴിക്കാനും അവനൊരുക്കിയ വിരുന്നിൽ പങ്കുചേരാനും അവനൊരുക്കിയിരിക്കുന്ന വിശ്രമം അനുഭവിക്കാനുമാണ് നാം ഓരോരുത്തരും ഈ ദേവാലയത്തിൽ ആയിരിക്കുന്നത്. അതിനാൽ അവനിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാം. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ ആരാണ് അവൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് അവൻ്റെ വചനം കേട്ട് വിശ്വസിക്കുന്നവർ മാത്രമാണ്. ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, യഥാർത്ഥ ഇടയനെ അറിയാനും അവൻ നൽകുന്ന വചനം വിശ്വസിച്ചുകൊണ്ട് അവൻ നൽകുന്ന വിശ്രമത്തിലേക്ക് പ്രവേശിക്കാനും നമുക്ക് സാധിക്കട്ടെ. ഒപ്പം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ഇടയധർമ്മം വിശ്വസ്തയോടെ നിറവേറ്റുവാൻ വേണ്ട കൃപയ്ക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.